ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി ഏഞ്ചൽ സെറ്റിലേക്ക് സ്വാഗതം. ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു അടപ്രഥമനാണ്. അതും കടകളിൽ നിന്നും വാങ്ങിക്കുന്ന പാക്കറ്റ് അടകൾ ഒന്നുമില്ലാതെ തന്നെ നമുക്ക് വീട്ടിൽ തന്നെയുള്ള സാധനങ്ങൾ വെച്ച് എങ്ങനെ തയ്യാറാക്കാമെന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതിനാവശ്യമായി ഒരു ഗ്ലാസ് ഗോതമ്പ് പൊടി, ശർക്കര ഉരുക്കിയത്, സ്വല്പം വെള്ളം എന്നിവയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് മാവ് തയ്യാറാക്കാം. അപ്പം അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായി ഒരു ബൗളിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു നുള്ളു ഉപ്പ് കൂടി പോകരുത്, ഒരു നുള്ളു മാത്രമേ ആകാവൂ. 1 സ്പൂൺ ശർക്കര ഉരുക്കിയത്, ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് നന്നായി ഒന്ന് കുഴച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ ചപ്പാത്തി പരുവത്തിൽ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്ക് 2 ചപ്പാത്തിയായിട്ട് പരത്തിയെടുക്കാം. ഇപ്പോൾ ദാ ഇതുപോലെ ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ ഇതിന് മുകളിലേക്ക് ഇതുപോലെ ഒന്ന് പൊടി വിതറി 2 വശവും തേച്ച് കൊടുക്കാം. ഇനി ഇതിനെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം. ഇപ്പോൾ ഇതെല്ലാം നമ്മൾ ഇതുപോലെ ഒന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ അല്പം പൊടി ഇടയ്ക്ക് വിതറി കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അതിനായി ഒരു പാത്രത്തിലേക്ക് കുറേ വെള്ളം ഗ്യാസിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ വെള്ളം ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മാവുകളെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. 2-3 മിനിറ്റ് വെള്ളത്തിൽ കിടന്ന് വെന്തതിന് ശേഷം ഇനി നമുക്ക് കോരി മാറ്റാം. അതിനായി ഒരു പാത്രത്തിൽ കുറച്ച് സാദാ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇത് കോരി മാറ്റാം. അപ്പോൾ നമ്മളുടെ ഹോം മെയ്ഡ് അട തയ്യാറായിട്ടുണ്ട്. ഇനി ഇതെല്ലാം നമുക്ക് ഊറ്റിയെടുക്കാം. ഇനി നമുക്ക് അട വേവിച്ച വെള്ളത്തിൽ 1 ഗ്ലാസ് വെള്ളം മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് പ്രഥമൻ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനായി ഇവിടെ 2 ടേബിൾ സ്പൂൺ ചവ്വരി തിളച്ച വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്. 1/2 ലിറ്റർ പാല്, 1 കപ്പ് ശർക്കര, അത് നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. ഇനി ഒരു പാത്രം അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഉരുക്കി അരിച്ചെടുത്ത ശർക്കര ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് അട വേവിച്ച വെള്ളം കൂടെ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മളുടെ വേവിച്ച് വെച്ച അട കൂടെ ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് കുതിർത്ത് വെച്ച ചവ്വരി കൂടെ ചേർത്ത് ഇളക്കാം. ചവ്വരി ചേർക്കണമെന്ന് നിർബന്ധമില്ല, ചവ്വരി ഇല്ലാതെയും ഇത് തയ്യാറാക്കാവുന്നതാണ്. എന്നിട്ട് ഇതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന പാല് കൂടെ ചേർത്ത് ഇളക്കി കൊടുക്കാം. ഇത് കൈയെടുക്കാതെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, ഇല്ലെങ്കിൽ ചിലപ്പോൾ പിരിഞ്ഞു പോയതുപോലെ ആകാൻ ചാൻസ് ഉണ്ട്. ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് പശുവിൻ പാലാണ്. തേങ്ങാപ്പാൽ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമ്മളുടെ അടയും ചവ്വരിയും നന്നായി വെന്ത് കുറുകി വന്നിട്ടുണ്ട്. മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായി 1 നുള്ളു ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് 1 കപ്പ് പാല് കൂടി ചേർത്ത് ഇളക്കി കൊടുക്കാം. ഈ പാല് ചേർത്ത ശേഷം തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഇനി ഒരു പാത്രത്തിൽ നമുക്ക് 1 സ്പൂൺ ചുക്കുപൊടിയും 1/4 സ്പൂൺ ഏലക്കാപ്പൊടിയും സ്വല്പം പാലിൽ ചാലിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ജീരകപ്പൊടിയും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് വറുത്തിടാൻ ആവശ്യമായി തേങ്ങ ചെറുതായി കൊത്തിയരിഞ്ഞത്, കശുവണ്ടി, ഉണക്കമുന്തിരി ഇവിടെ എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിനായി ഒരു പാൻ അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാൻ ചൂടായ ശേഷം 2 ടേബിൾ സ്പൂൺ നെയ്യ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നെയ്യ് ഉരുകിയ ശേഷം അതിലേക്ക് കൊത്തിയരിഞ്ഞ തേങ്ങ ഇട്ട് കൊടുക്കാം. അത് മൂക്കാറാകുമ്പോഴത്തേന് ഉണക്കമുന്തിരി ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ കശുവണ്ടിയും ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് ഫ്രൈ ചെയ്തെടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ്. മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഇതെല്ലാം ഫ്രൈ ചെയ്യാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും.
ഇനി നമുക്ക് ഈ ഫ്രൈ ചെയ്തെടുത്തത് അടപ്രഥമനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മളുടെ ഈസിയും ടേസ്റ്റിയും വെറൈറ്റിയുമായ അടപ്രഥമൻ ഇവിടെ തയ്യാറായിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.